ഉണ്ടായിരുന്നു അത് ചോദിക്കും. അതുകൊണ്ട് തന്നെ കാണിക്കാനായിട്ട് ഒക്കത്തില്ല. പക്ഷേ ഒരു സജഷൻ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളത് നാസയുടെ യൂട്യൂബിൽ തന്നെ പോയി ഇതടിച്ചാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സുനിത വില്യംസ് 2015 ജൂലൈ 15 ഇന്റർനാഷണൽ സ്പേസിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് അവൾ 4 മാസത്തോളം താമസിച്ചു. ആ സ്പേസ് സ്റ്റേഷനെ കുറിച്ചും അതിന്റെ ജീവിതത്തെ കുറിച്ചും മുഴുവൻ 22 മിനിറ്റ് വരുന്നതായ വീഡിയോ അവൈലബിൾ ആണ് നാസയുടേതായത്. അത് നമുക്ക് കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് ഇംഗ്ലീഷ് ഇച്ചിരി എളുപ്പമാണ്. അമേരിക്കൻ ഇംഗ്ലീഷാണ്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് മുഴുവൻ കേട്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഈ എല്ലാവരും ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ ISS എന്ന് പറയുന്നത്. അത് $1,000 ബില്യൺ മുടക്കിയാണ്. കാരണം 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ചുറ്റിക്കഴിയും ഈ സ്പേസ് സ്റ്റേഷൻ. ഭൂമിക്ക് 35,000 കിലോമീറ്ററിന് മുകളിൽ വായുവില്ലാത്ത ഭാഗങ്ങളാണ്. 50 കിലോമീറ്ററിലേക്ക് വായുവില്ല. അവിടെ 25,000 കിലോമീറ്റർ സ്പീഡിൽ ഈ പേടകം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിക്ക് മുകളിലായിട്ടാണ് ഈ പേടകം നിലകൊള്ളുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരിട്ട് ഈ പേടകം കണ്ടിട്ടുണ്ട്, കാണാൻ അവസരം കിട്ടി. ഞാൻ നേരത്തെ ഇതേക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള നിങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഈ അടുത്ത സമയം വന്നെങ്കിലും കാണാൻ വേണ്ടി ഇതിന് മുമ്പിലത്തെ പ്രാവശ്യം ഒരു 8 മാസം മുമ്പ് നമ്മുടെ കേരളത്തിന്റെ മുകളിൽ തന്നെ പോകുന്നത് അറിഞ്ഞു. അത് കാണാൻ സാധിച്ചു. വെറും ഒരു 5-6 സെക്കൻഡ് മാത്രമേ സാധിച്ചുള്ളൂ. കാരണം 27 കിലോമീറ്റർ സ്പീഡിലാണ് തലയ്ക്ക് മുകളിലായിട്ട് ഈ പേടകം യാത്ര ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണാനിടയായി. പേടകം കണ്ടാൽ അറിയാൻ നല്ല സിൽവർ കളറാണ്, വെളുത്ത് വെട്ടിത്തിളങ്ങും. കാരണം സൂര്യന്റെ പ്രകാശം ഈ പാനലുകളിൽ വയ്ക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കര വെട്ടമാണ്. നിങ്ങൾ കാണുന്നത് ഇതാണ് പാനലുകൾ. ഈ പാനലുകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഭയങ്കര വെട്ടമാണ്. ഇതാണ് സ്പേസ് സ്റ്റേഷൻ. നമുക്കിവിടെ നിന്ന് ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ ഇന്ത്യൻ അതിർത്തി വന്നാൽ ആദ്യം പല പ്രാവശ്യവും ഇന്ത്യയുടെ കീഴിൽ പോകുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇതിന്റെ താഴെ കൂടിയുള്ള കൂറ്റൻ ക്യാമറകൾ, ഈ ക്യാമറകൾ ഫോട്ടോ എടുത്ത് ഇന്ത്യയുടെ സർവ്വ ഭാഗങ്ങളിലെ ഫോട്ടോ ഇതിനകത്ത് ചെയ്തു. അങ്ങനെ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളും ഓരോ ഭാഗങ്ങളും കടലുകളും എല്ലാം ഫോട്ടോ നിതാന്തം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിന്റെ നാസയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. നാസയെ കുറിച്ചെല്ലാം പഠിക്കുകയാണ്. സയൻസ് എക്സ്പെഡിഷൻ, സയൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് 3 പേര് എപ്പോഴും കാണും. ആ 3 പേര് ചെയ്യുന്ന ജോലികളെ കുറിച്ചൊക്കെ സുനിത വില്യംസ് പറയുന്നുണ്ട്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു ചെറിയൊരു പന്ത് പോലെ നമുക്ക് വിശേഷിച്ച് കാണാൻ സാധിക്കും. സുനിത വില്യംസ് പറയുന്നത് ഭൂമിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ആ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഭൂമി. നമ്മൾ താമസിക്കുന്ന ഭൂമി. ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്ന് എടുത്ത ചിത്രമാണ്. ഭൂമിയെ കാണുന്നത് നമ്മളൊരു പന്ത് പോലെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് ചെറിയ പന്തായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഭൂമിയെ കുറിച്ച് പഠിക്കുക, ഇവിടുത്തെ ജീവജാലങ്ങളെ കുറിച്ചും സമുദ്രത്തെ കുറിച്ചും ഒക്കെ പഠിക്കുക എന്നതാണ്. അതുപോലെ അങ്ങനെ സയൻസിന്റെ ഓരോ ഭാഗങ്ങളിലൂടെ പോകുക എന്നതാണ്. 2006 ആദ്യത്തെ മിഷൻ ആരംഭിച്ചത്. 2015 മിഷനിലാണ് സുനിത വില്യംസ്, ഇന്ത്യക്കാരി സുനി എന്ന് വിളിക്കപ്പെടുന്ന സുനിത വില്യംസ് കാര്യം പോയതും. അവരവിടെ ചെന്നിട്ട് ഇതിനകത്ത് സ്പേസ് സ്റ്റേഷൻ എങ്ങനെയാണ് ഉറങ്ങുന്നത്, എങ്ങനെയാണ് പറ്റി തേക്കുന്നത്, എങ്ങനെയാണ് പിന്നെ ബാത്റൂമിൽ പോകുന്നത്, എങ്ങനെയാണ് ഡ്രസ് ധരിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ ഭൂമിയിലെ പോലെ വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനാണ് എല്ലാം ഈ ഡെമോൺസ്ട്രേഷൻ. എനിക്കത് കോപ്പി ചെയ്യാനായിട്ട് അനുവാദമില്ല, കാരണം അസൈലാണ് ഞാൻ. പക്ഷെ അതിനകത്ത് ഓരോ കാര്യങ്ങളും പറയുന്നത് എനിക്ക് അത് നന്നായി മനസ്സിലാവും. പക്ഷെ നമ്മുടെ പിള്ളേർക്കൊന്നും മനസ്സിലാകില്ല, കാരണം ഇംഗ്ലീഷിലെ അമേരിക്കൻ ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് ഞാൻ, പക്ഷെ എനിക്കത് കാണിക്കാനോ അനുവാദമില്ല, കോപ്പിറൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് കേടാം, നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് ഇതടിച്ചാൽ മതി, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. എസ്പെഷ്യലി സുനിത വില്യംസിന്റെ പേരടിച്ചാൽ സുനിത വില്യംസ് പോയ യാത്ര ഇവിടെ. അതാണ് 2015 ജൂലൈ 15 ഉസ്ബെക്കിസ്ഥാനിലെ മിഖാനൂർ സ്റ്റേഷനിൽ നിന്ന് സോയൂസ് റോക്കറ്റിൽ കയറി ആണ് പോകുന്നത്. ആ റോക്കറ്റ് പോയ റോക്കറ്റിന്റെ ചിത്രമുണ്ട്, വലിയ റോക്കറ്റാണ്. ആ റോക്കറ്റ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് സ്പേസിൽ ചെന്നു. സ്പേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
അവിടെ നിലവിൽ ആ സ്പേസ് സ്റ്റേഷനിൽ 3 പേരുണ്ടായിരുന്നു. ആ 3 പേര് മാറിയിട്ട് ഇവർ 3 പേര് വീണ്ടും സ്പേസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ രസകരമാണ്. അത് നിങ്ങൾ കാണുക. അവരിവിടുന്ന് യാത്രയാകുന്ന റോക്കറ്റിൽ കയറി യാത്രയാകുന്നത് ഇതാണ്. അവർ യാത്രയാകുന്ന റോക്കറ്റ് ഇതാണ്. സോയൂസ് എന്ന് പറയുന്ന റോക്കറ്റിനകത്ത് കയറിയാണ് ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ചെറിയൊരു ഉപഗ്രഹം ഈ റോക്കറ്റ് കണ്ടിക്കും. റോക്കറ്റ് കത്തി വിട്ടുകഴിഞ്ഞാൽ ഇതാണ് പോയ റോക്കറ്റ്. ഇതാണ് സോയൂസ് എന്ന് പറയുന്ന റോക്കറ്റ് കയറി സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. ഏതാണ്ട് മിനിറ്റുകൾക്കകം അവരങ്ങ് മുകളിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പേടകത്തിലാണ് ഇതാണ് കയറാൻ പോകുന്ന ചിത്രം. പേടകത്തിൽ കയറാൻ പോവുകയാണ്. സിനിമ വിഷ്വൽസും ഒക്കെ പേടകത്തിലേക്ക് കയറുന്ന ചിത്രങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് നാസയുടെ ഇതിനകത്ത് കിട്ടും. എല്ലാവരും കാണണം. എനിക്കിത് കാണിക്കാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് പറയാൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ വാക്കുകളോട് ഞാൻ പറയുകയാണ്. വളരെ രസകരമാണ്. എല്ലാവരും അറിയണം. പ്രത്യേകിച്ച് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒട്ടുമിക്ക ആളുകൾ കുട്ടികളായ മാതാപിതാക്കൾ പോലും എല്ലാം പേടിയുള്ളവരാണ്. ജീവിതത്തെ ഭയങ്കരമായ നിസ്സാരം കൃഷി കഥകളായ അതുപോലെ ഇങ്ങനെയുള്ള എല്ലാവരെയും ഇനി എട്ടുകാലിയെ പോലും ഭയമുള്ളവരുണ്ട്. മാറ്റേക്കല്ല കഴിക്കുന്നത്. നിങ്ങളൊക്കെ കാണണം. ഇതിനകത്ത് ഇവർ സ്റ്റാർട്ടിങ് ഒരു പള്ളിയിലേക്ക് വന്ന് ഈ പോകുന്ന 3 യാത്രക്കാരെ വെഞ്ചരിച്ച് ആനാവെള്ളം തെളിച്ച് കുരിശ് വെച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ചിത്രമുണ്ട്. നാസയെല്ലാം പുറത്തോട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുള്ളായി അത് പറഞ്ഞ് ഇവര് റോക്കറ്റ് കയറിയിട്ട് ഇരിക്കുന്നത് കാണാം. റോക്കറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കുത്തി ഇങ്ങനെ കിടക്കുക. അമ്മയ്ക്ക് കൂട്ടി കാരണം റോക്കറ്റ് പോകുക വേഗം കത്തിച്ച് വിടുമ്പോൾ പോകുന്നത് കാണാം. അതിശരവേഗത്തിൽ പായുന്ന റോക്കറ്റിനകത്ത് ഇരിക്കുന്നത് നോക്കണം. നിങ്ങൾ ഒരു 100 കിലോമീറ്റർ സ്പീഡ് വണ്ടി ഓടിക്കാൻ നിങ്ങൾ പറയും അച്ഛാ പതുക്കെ നിങ്ങൾ പറയാൻ തുടങ്ങും. എന്നെ കൂടി ഇരിക്കാതെ ഞാൻ 100-120 കിലോമീറ്റർ സ്പീഡിലോട് നിങ്ങൾ പറയും അച്ഛാ പതുക്കെ എന്ന് പറയും. ഇത് മിനിറ്റ് വെച്ചാണ് ഈ 35,000 കിലോമീറ്റർ ദൂരത്തിൽ ഈ റോക്കറ്റ് ഉണ്ടാക്കി റഷ്യയുടെ സോയൂസ് റോക്കറ്റ് ഉണ്ടാക്കിയത്. ഇത് മുഴുവൻ അവയവമാണ് ചിത്രങ്ങൾ. ഇത് പോകുന്നത് നിങ്ങൾ ലൈവ് വീഡിയോ കാണാം. അപ്പം ഒരു പേടിയില്ലാതെ അവൾ അവിടെ ചെന്നിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ നല്ല സരസമായിട്ട് പറയുന്നുണ്ട്. 22 മിനിറ്റ് വരുന്ന നാസയുടെ വീഡിയോ ആണ്. അത് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ടാണ് രസകരമാണ്. എല്ലാവരും പോയി കാണണം. അതിനകത്ത് ഇതിന് ഒറ്റ പ്രത്യേകതയുള്ളൂ. ഈ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകത നമുക്കിങ്ങനെ കാര്യം ചെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം വായില്ലാത്തത് നമ്മൾ ഒഴുകി നടക്കും. അതുകൊണ്ട് തന്നെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ നമുക്ക് എങ്ങോട്ടേക്ക് തെന്നി മാറിപ്പോകാം. ഇങ്ങനെ ഒഴുകി പോകാം. അതുപോലെ ഒരു സാധനം ടിന്നിയുടെ സാധനം എടുത്താൽ ആ സാധനം ഇരിക്കുന്നില്ല. അതിങ്ങനെ ഓടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ എല്ലാം വേണ്ട വായു മുഴുവൻ പിടിക്കുന്നത് നമ്മളിങ്ങനെ ചാടിക്കെടുക്കും. അതായത് നമ്മൾ ഇച്ചിരി ഊർജ്ജം ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പോയി കിടക്കുന്ന ബെഡുണ്ട്. ഒരു അറക്കിനകത്തോട്ട് ഇറങ്ങിയിട്ട് പോകണം. ഒരു ബെഡിനകത്ത് ഒരു പ്രത്യേക സംവിധാനം വായു അളവുകളാണ്. അതുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹൈട്രിക് ലെവലുകളിലാണ് ഭക്ഷണം ചെയ്യുന്നത്. എല്ലാ ഭക്ഷണവും അതിങ്ങനെ ബാഗുകളിലാക്കി ഒരു ഫ്രിഡ്ജ് പോലൊരു സാധനത്തിനകത്താണ് വിട്ടാൽ തണുപ്പ് തന്നത്. അതുപോലെ രാവിലെ പല്ല് വെക്കുമ്പോൾ ബ്രഷ് എടുത്തിട്ട് വെള്ളം ഒരു ഇതിനകത്താണ് ഒരു കവർ വെച്ചിരിക്കുന്നത്. ഈ വെള്ളം പൊട്ടിച്ചാടില്ല. വെള്ളം പൊടികളെല്ലാം ഇങ്ങനെ ഉരുണ്ടിങ്ങനെ അങ്ങനെ വെള്ളം. അതുപോലെ പല്ല് വെച്ചിട്ട് പല്ല് തേച്ച് കഴിവുകളില്ല എല്ലാവർക്കും ഒന്നും രണ്ടും പോകാൻ പത്രമുണ്ട്. വളരെ രസകരമായിട്ട് ഹൈ പവർ ആയിട്ടുള്ള ഇതെല്ലാം ഈ സുനിത ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് നല്ല രസകരമാണ്. ജീവിതത്തിൽ എപ്പോഴും ഭയമുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് 35,000 കിലോമീറ്റർ നമ്മൾ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ വിമാനം 13 കിലോമീറ്റർ. ഞാൻ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുള്ളതുകൊണ്ട് 13 കിലോമീറ്റർ മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു കഴിവാകും. 35,000 കിലോമീറ്റർ ഉയരത്തിൽ ചെന്നിട്ട് 25,000 കിലോമീറ്റർ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പേരുണ്ട്. പിന്നെ വളരെ രസകരമായിരുന്നു ഈ സുനിത പോയ മിഷൻ 2015 ജൂലൈ മിഷനിൽ അവിടെ ചെന്നിട്ട് ഈ ഇന്റർനാഷണൽ മിഷനിൽ 3 പേരുണ്ടായിരുന്നു. 2 ആൺ 1 പെണ്ണും. സുനിതയുടെ മിഷനും അതന്നെ 2 ആൺ 1 പെണ്ണും. അപ്പൊ 3 പേരെ മാറ്റിയിട്ട് ഇവർ 3 പേരെ അവിടെ താമസിച്ചു. എന്നിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതായിരുന്നു. അതിൽ സംഭവിച്ചാൽ ഈ നേരത്തെ വിട്ട ഈ ISLയുടെ ഈ സ്റ്റേഷൻ അറിയിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്റ്റേഷനിലേക്ക് ഒരു റോക്കറ്റിനെ വിടുക. ഒരു പേട ആ പേട ഈ സോയൂസ് എന്ന് പറയുന്ന റോക്കറ്റിനകത്ത് ഘടിപ്പിച്ചിട്ട് ചെന്നിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന ഭൂമി നാസയിൽ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കൃത്യം അളവ് പിടിച്ചിട്ട് ഈ സ്റ്റേഷന്റെ കറക്റ്റ് അളവ് കൃത്യം പിടിച്ചിട്ട് ഇത് സ്പീഡ് കുറച്ച് ചെയ്തിട്ട് ഈ സ്പേസ് സ്റ്റേഷൻ കറങ്ങിക്കൊണ്ട സ്പേസ് സ്റ്റേഷനോട് അടുത്ത കഴിയുമ്പോൾ സ്പീഡ് നീല കുറയ്ക്കുമ്പോൾ അത് കറങ്ങിക്കൊണ്ടു ഇത്
രണ്ടും കൂടെ തമ്മിൽ. അപ്പോൾ ഒരു വലിയ ഉരുക്കിന്റെ വാതിലുകളാണ് അലുമിനിയം അലോയ് ഉപയോഗിച്ച് ഈ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. തുറക്കപ്പൊരിച്ചതിൽ ഗുഹ പോലെ അതിനകത്തൂടെ ഇത്രയും ഇങ്ങനെ ഡൈവ് ചെയ്ത് അടുത്ത ഇതിലേക്ക് വരുന്നു. തിരിച്ചു പോകുന്നത് പോലെയാണ് അവർ യാത്ര പറഞ്ഞ് പോകുന്ന ഒരു രംഗമായിട്ടുണ്ടോ അല്ലെ? കാരണം 3 പേരുടെ കെട്ടിപ്പിടിച്ച് മറ്റേ 3 പേരും ഈ 3 പേരും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ട് ഇത് വേർപെടുത്തുന്നു. വീണ്ടും ഇത് ഭൂമിയിൽ ഇറങ്ങുന്നത് വളരെ രസകരമാണ്. ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഈ പേടകത്തിന് വിമാനം പോലെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്കിന് കർഷണം ഭൂമിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഇതിന് ഭയങ്കര ചൂടാണ്. ആ ചൂട് പറഞ്ഞാൽ ഏതാണ്ട് 25,000 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലാണ്. ഈ പേടകം മുഴുവൻ കരിഞ്ഞു പോകും. ആ പേടകം കരിഞ്ഞു പോയതിന് ശരിക്കും പറഞ്ഞ ഒരു പ്രാർത്ഥന അവൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് കാണണം, തിരിച്ചു വരുന്ന യാത്രയും കാണാം. വലിയ ഇതാണ്. പക്ഷേ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിന് വലിയ പാരച്ചൂട്ടുകൾ തുറക്കപ്പെടുകയാണ്. ഈ പാരച്ചൂട്ടുകളിലൂടെയാണ് സാവധാനം ഭൂമി ഉണ്ടാകുമ്പോൾ ഇവരെ ഈ ഉരുക്കുവാതിലുകൾ, ഈ അലുമിനിയം ഉരുക്കുവാതിലുകൾ തുറന്ന് ഇവരെ വലിച്ചെടുക്കുക ചെയ്യും. എടുത്തതിന് ഇവർ പരിശീലില്ല. കാരണം ഇവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ അവസ്ഥ കാലാവസ്ഥകൾ ഒരുപാട് കാരണം വായുവില്ലാത്ത അവർ ജീവിച്ചത്. പിന്നെ മാസങ്ങളോളം അവർക്ക് പുറലോകം കാണാൻ പറ്റില്ല. ഒരു ചട്ടക്കൂട്ടിനകത്ത് ആണ് ഇവരകത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസിന്റെ ഇതിനകത്ത് ഇവരെ മാസങ്ങളോളം താമസിക്കുക. എന്നിട്ട് ഭൂമിയുമായിട്ട് അവര് പരിചയപ്പെടണം. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ചെറിയ ചെറിയ ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം പാടാറുണ്ട്. അതുകൊണ്ട് ഈ നാസയുടെ വീഡിയോ പോയി കാണണം. ഇതിനകത്ത് നമ്മൾ ഇന്ത്യക്കാരെ ശ്രദ്ധിക്കുന്ന അവളുടെ ലാംഗ്വേജ് കുറച്ച് ബെറ്ററാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പ്രതീക്ഷ. കാരണം ഇന്ത്യക്കാരെ ഇന്ത്യൻ ചൊവ്വയുണ്ട്, പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷാണ്. കേരളം കാര്യങ്ങൾ മുഴുവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അവളുടെ യാത്ര എല്ലാവരും കാണണം. കാരണം സയൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. അത് നമ്മുടെ ജീവിതം നമുക്ക് തന്റേടത്തോടുകൂടെ ഭയമില്ലാത്ത കാര്യങ്ങൾ നേരിടുവാനായിട്ട്. ഇപ്പോൾ കൊറോണ കാലമാണ്. എല്ലാവരും പറയും സ്കൂള് തുറക്കുന്നില്ല. ഞാൻ പറയും സ്കൂള് തുറക്കും, പേടിക്കണ്ട, കൊറോണ മാറും. എല്ലാവരും കാണും. ഇതിനേക്കാൾ വലിയ മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻസിനൊക്കെ ഈ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവരാണ്. ഒട്ടോമൻ കാലഘട്ടങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് പേരിൽ കൊല്ലപ്പെട്ടു. അതുപോലെ 1, 2 ലോകമഹായുദ്ധങ്ങളിൽ അമേരിക്കയിൽ ഇവിടെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ മുഴുവൻ കൊല ചെയ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ എല്ലാം ആളുകളില്ലാതെ പോയത്. എല്ലാം വളരെ കുറച്ചായി പോയത്. അതിൽ നിന്നെല്ലാം കാര്യത്തിൽ അവരൊക്കെ ലോകത്തിന്റെ മനുഷ്യത്വങ്ങളായി തീർന്നു. നമുക്ക് ഇതൊക്കെ സാധിക്കും. ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എല്ലാത്തിനെയും നമ്മൾ നേരിടുക. ഇപ്പോൾ ചൂടുകാലം, ഇപ്പം മഴക്കാലം മാറില്ല. നമ്മുടെ ഇവിടുത്തെ കോവിഡ് ശരണമാവും. പിന്നെ ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂട് തുടങ്ങി. അവിടെയൊക്കെ കോവിഡ് വേദനയായിട്ട് തുടങ്ങി. ഇപ്പൊ മഹാരാഷ്ട്ര അതും കുറയും. ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ പ്രശ്നങ്ങളും ഒരു പരിഹാരത്തിലേക്ക് വാക്സിൻ വരുന്നു. സന്തോഷം. എന്റെ പ്രതീക്ഷയാണ് ജൂൺ ചിങ്ങം വരുമ്പോൾ നമ്മുടെ സ്കൂൾ തുറന്നു കുട്ടികൾക്ക് വരെ. കാരണം ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. വീഡിയോയിലൂടെ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ പിള്ളേരെ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അഭ്യർത്ഥന കേൾക്കുന്നുണ്ട്, അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ ജഗദീശ്വരൻ ഇടയാക്കും. ഇപ്പൊ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലോകത്ത് നേരിടുന്നു. നമ്മുടെ സൂറത്തിന്റെ പ്ലേഗ്, ബംഗാളിലെ പട്ടിണി മരണം, ബംഗാൾ ക്ഷാമം, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പോയിട്ടുണ്ട്. പോകുന്നതിനേക്കാൾ ഉള്ളവര് നല്ല പ്രത്യാശ കൈവിടാതെ നിലനിൽക്കുന്ന ജഗദീശ്വരൻ അനുഗ്രഹിക്കും. അവർ പഠിക്കുക എന്ന് പറയുന്നത് ഈ പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു മെച്ചം എന്ന് പറയുന്നതാണ്. പഠിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഭീതിയിൽ നിന്നൊക്കെ ടു ഡിസ്കാർഡ്, അതായത് പ്രശ്നം, ഭീതി, വെപ്രാളം, ഭയം, ഇതിൽ നകറ്റുന്നതാണ് അന്നര അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് തമസോമാൻ ഒതുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വിദ്യ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരാളെ സ്വന്തം കാര്യം നിങ്ങൾ പ്രാർത്ഥനയാക്കി തീർക്കുക. അവന് അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഭയം നീക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഈ ഭയം കൊണ്ട്. ഭയം അതുകൊണ്ടാണ് ഞാനായിട്ട് എന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. നമ്മുടെ കുട്ടികള് വീടുകളിലാണ്, അവർ വീഡിയോ കാണണം. പിന്നെ നിങ്ങൾ ഇത് കൂടുതൽ അന്വേഷിക്കണം. മാനവരുടെ സഹായത്തോടുകൂടെ നാസയുടെ കയറി, നാസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കാലത്തിലേക്ക് അമേരിക്കൻ സ്പേസ് ഏജൻസി. നമ്മുടെ ഇന്ത്യയുടെ ISRO സമയത്ത് തുറന്നാണ്. ഒരു വലിയ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ വലിയ വലിയ പങ്കുകൾ, ഒരു വലിയ പരിവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്ര അല്പം പാടിയിൽ അടുത്ത ചന്ദ്രൻ തുടങ്ങാൻ പോവാണ്. സക്സസ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോകത്തിൽ ആദ്യമായിട്ടാണ് ചന്ദ്രന്റെ ഇരുട്ട് മൂടി കിടക്കുന്ന പാർട്ടിൽ ഒരു ഉപഗ്രഹം അടിച്ചെടുക്കാന്നുള്ളത് ലോകത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ചെയ്തു. ഒരല്പം പിഴവേ വന്നുള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം നോക്കിയോ ഇഷ്ടമുള്ള വരുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ചന്ദ്രനിൽ അതിന്റെ ആ ഭാഗത്ത് തന്നെ നിറഞ്ഞു. അതിനുള്ള എല്ലാ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. ഭാരതത്തിലെ മുഴുവൻ
ആളുകൾ ലോകം മുഴുവൻ അവരോടൊപ്പം അയക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. ഉണ്ട് വളരെ ജീവിതം അല്ല ജീവിതം എന്ന് പറയുന്നത് സുഖലോകതയല്ല. പകരം മനുഷ്യനെ അറിയുക, ഒരു മനുഷ്യന് നമുക്കുള്ള അറിവുകൾ പകർന്നു കൊടുക്കുക, മനുഷ്യനിലേക്ക് അവരുടെ ഭയത്തെ മാറ്റുക. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഉറപ്പ് എന്ന് പറയുക പലർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഒരു പുഷ്, ഒരു തള്ളു കൊടുത്താൽ രക്ഷപ്പെടും. അപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ തള്ളു കൊടുക്കുക എന്നൊരു അധ്യാപകനാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചേഴ്സ് അതിനുവേണ്ടി നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്കൂൾ തുറക്കണം, പിള്ളേരെ കാണണം, നമ്മുടെ വിശാലമായ ക്ലാസ് മുറികൾ ഇവിടെ പറഞ്ഞാൽ കോവിഡ് രീതിയിൽ പിള്ളേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെയും ഓർക്കുകയാണ് പ്രിൻസിപ്പൾ നൽകി. ഒപ്പം തന്നെ അവരെത്രയും പേര് സ്കൂളിൽ വേണ്ടിയായിരിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാതാപിതാക്കളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇരിക്കുവാനും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ട്. പിടിക്കാലത്തിൽ എല്ലാവരുടെയും കരുതലുണ്ടാവണം. നിങ്ങൾ സമയാസമയം ഫീസ് അടച്ചാൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനും നമ്മുടെ പ്രൈവറ്റ് സ്കൂളാണല്ലോ മറ്റ് സഹായങ്ങൾ ഈടൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സയൻസ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ മാറ്റി വെക്കാവുന്ന കാര്യമില്ല. അതേക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുണ്ട്. അടുത്ത മറ്റു ഭാഷകളിൽ മറ്റൊരു നല്ല ഇതുമായിട്ട് വരാനായിട്ട് പരിശ്രമിക്കാം. അപ്പൊ അതിന്റെ എല്ലാ കോർപ്പറേഷനും നമ്മൾ യൂട്യൂബാണ് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് നമുക്ക് സാധ്യമാക്കുന്നത്. ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയും ഉണ്ട്. അതിന് ആദരിച്ചുകൊണ്ടുള്ള നന്ദി. അതോടൊപ്പം ഈ വീഡിയോ ശ്രദ്ധിക്കുകയും അത് അയക്കുവാനും എത്തിക്കുവാനും ഒക്കെ സഹായിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നന്ദി പറയുന്നു. ഓക്കെ,